സിന്ദൂരരേഖ ഭാഗം 15. പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും അപ്പുവും കാറിലേക്ക് കയറി. നിറകണ്ണുകളോടെയായിരുന്നു അമ്മാളും ആ കാഴ്ച നോക്കി നിന്നത്. അമ്മയും അച്ഛനും ഒന്നും തുറന്നു പറയുന്നില്ലെങ്കിലും അവരുടെ ഉള്ളിലും വിഷമവും സങ്കടവും ഉണ്ടാകുമെന്നുള്ളത് അറിയുന്നത് തന്നെയാണ്. എങ്കിൽ പോലും ഇപ്പോൾ താൻ സങ്കടപ്പെടണ്ടല്ലോ എന്ന് കരുതി അവരതെല്ലാം ഉള്ളിൽ ഒതുക്കുകയാണെന്ന് അമ്മാളുവിന് മനസ്സിലായിരുന്നു. കാറിലേക്ക് കയറിയിരുന്നപ്പോൾ തന്നെ തന്നിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് സാരത്തുമ്പാലെ കണ്ണുനീര് തുടയ്ക്കുന്ന അമ്മയെ അവൾ ചെറിയ രീതിയിൽ കണ്ടിരുന്നു. അച്ഛൻ പിന്നെ പുറത്തേക്കൊന്നും പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ഉള്ളാലെ ഒത്തിരി വിഷമിക്കുന്നുണ്ടാകും എന്നും അവൾക്കറിയാമായിരുന്നു. അവർക്ക് നേരെ കൈവീശി കാണിച്ചുകൊണ്ട് അവരുടെ കാർ തൻ്റെ കൺമുന്നിൽ നിന്ന് അകന്നു പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ അവളിൽ ഇന്നുവരെ ഇല്ലാത്ത രീതിയിൽ ഒരു കല്ലെടുത്തു വെച്ച പോലുള്ള ഭാരം അമ്മാളോ അറിയുന്നുണ്ടായിരുന്നു. അവരോട് യാത്ര പറഞ്ഞ് അവർ പോയി കഴിഞ്ഞ് തിരികെ അകത്തേക്ക് കയറുമ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിറങ്ങിയിട്ടുണ്ടായിരുന്നു. അയ്യേ, എൻ്റെ അമ്മാളും എന്തിനാ വീണ്ടും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവൾ കരയുന്നത് കണ്ടതും അമ്മ ആശ്വസിപ്പിക്കാൻ എന്നതുപോലെ അവളുടെ മുഖത്തെ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ എത്രയൊക്കെ ആയാലും സ്വന്തം വീട്ടുകാരെയൊക്കെ വിട്ട് മറ്റൊരു വീട്ടിൽ പോയി നിൽക്കുമ്പോൾ ഉള്ള വിഷമം പെൺകുട്ടികൾക്കല്ലാതെ മറ്റാർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല. കാരണം അത് അവർ മാത്രം ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യമാണ്. കുറച്ചു നേരം അമ്മ ഓരോന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചപ്പോൾ അവളുടെ സങ്കടം കുറച്ചൊന്ന് കുറയാൻ തുടങ്ങിയിരുന്നു. അവളുടെ അരികിലായി വന്നിരുന്നു കൊണ്ട് ഉണ്ണിയും അമ്മയും ചേർന്ന് ഓരോന്നൊക്കെ പറഞ്ഞ് അവളിലെ സങ്കടങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറ്റാൻ ശ്രമിച്ചു. ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ ഏട്ടത്തിയെ നമുക്ക് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി വിടാം അമ്മേ. അവളെ നോക്കിക്കൊണ്ട് ഉണ്ണി കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞു. അവൻ അങ്ങനെ പറയുന്നത് കേട്ടതും അമ്മാളും അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. കണ്ടോ, ഇപ്പോൾ ഓക്കെ ആയി. അല്ലെങ്കിൽ നേരത്തെ അമ്മ പറഞ്ഞതുപോലെ ഏട്ടത്തി പുലിയല്ല പൂച്ചയാണെന്ന് കരുതിയേനെ ഞാൻ. ഉണ്ണി അങ്ങനെ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി ചിരിച്ചു. അവൻ്റെ സംസാരത്തിൽ അവളുടെ ഉള്ളിലുണ്ടായിരുന്ന സങ്കടങ്ങളെല്ലാം പതിയെ പതിയെ അകന്നു പോകുന്നുണ്ടായിരുന്നു. സംസാരിച്ചിരുന്ന ഹോസ്പിറ്റലിലേക്കുള്ള പോക്ക് നടക്കില്ലാട്ടോ ഉണ്ണി. സമയം 8 കഴിഞ്ഞിട്ടുണ്ട്. ഏട്ടത്തിയും അനിയനും കൂടി ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് അമ്മ അവനോട് ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചു. എങ്കിലും ഉണ്ണിയുടെ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഞാനെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് പോകാൻ നോക്കട്ടെ കേട്ടോ. വൈകുന്നേരം വന്നിട്ട് നമുക്ക് കാര്യമായിട്ടിരുന്ന് സംസാരിക്കാം. അമ്മാളുവിനോട് പറഞ്ഞുകൊണ്ട് ഉണ്ണി ഡ്രസ്സൊക്കെ മാറുന്നതിനായി മുകളിലേക്ക് നടന്നു. അമ്മാളു ഇനിയും ഒരാഴ്ച കൂടി ലീവ് എടുത്തിട്ടുണ്ട്. ഇനിയും വിരുന്നിനും മറ്റുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. എല്ലാം ചെയ്തു തീർത്തതിന് ശേഷം സമാധാനമായിട്ട് തിരികെ കോളേജിലേക്ക് പോകാം എന്നാണ് അവൾ കരുതിയിരിക്കുന്നത്. PhD ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവൾ പഠിച്ചിരുന്ന കോളേജിൽ തന്നെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് കോളേജ് കല്യാണം പ്രമാണിച്ച് ലീവ് എടുത്തിരിക്കുകയാണിപ്പോൾ. ഉണ്ണി മുകളിലേക്ക് കയറി പോയതും അമ്മാൾ നേരെ അമ്മയുടെ അടുത്തേക്ക് പോയി. അടുക്കളയിൽ അമ്മയ്ക്ക് അമ്മയുടേതായ കുറേ രീതികളുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുക്കളയിലെ ജോലി ചെയ്യാനൊന്നും ആരെയും നിർത്തിയിട്ടില്ല. വീടും പരിസരവും ഒക്കെ ക്ലീൻ ചെയ്യാൻ മാത്രമാണ് ജോലിക്കാരുള്ളത്. ഭക്ഷണം പാചകം ചെയ്യുന്നതും അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും അമ്മ തന്നെയാണ്. അമ്മാള് പതിയെ അമ്മ അടുക്കളയിൽ എന്ത് ചെയ്യുകയാണെന്ന് അറിയാനായിട്ട് അങ്ങോട്ടെത്തി. അമ്മ എന്ത് ചെയ്യുക? അടുക്കളയുടെ സ്ലാബിലേക്ക് കയറിയിരുന്നുകൊണ്ട് അവൾ വിശേഷം തിരക്കി. കൂട്ടത്തിൽ അമ്മ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാനായിട്ട് അമ്മയുടെ അടുത്തേക്ക് ഒന്ന് എത്തി നോക്കുകയും അവൾ ചെയ്തു. പ്രത്യേകിച്ചൊന്നുമില്ല. മനു ചോറധികം കഴിക്കില്ല. ചിലപ്പോൾ ചപ്പാത്തി വേണമെന്ന് പറയും. തോന്നുന്നത് പോലെയാണ്. അതുകൊണ്ട് ഉച്ചയ്ക്കത്തേക്കുള്ള ചപ്പാത്തിയുടെ മാവ് കുഴച്ചു വെക്കാമെന്ന് കരുതിയിട്ടാണ്. ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ? ചപ്പാത്തി മാവ് കുഴക്കുന്നതിൽ നീ എന്ത് ഹെൽപ്പ് ചെയ്യാനാണ് എനിക്ക്? അമ്മ അത് ചോദിച്ചതും അവളെ കളിയാക്കി. അമ്മ മാവിൽ വെള്ളമൊക്കെ ഒഴിച്ചതാ, ഞാനത് കുഴച്ചു തരാം. ഒന്നും വേണ്ട, അവിടെ ഇരുന്നോ, എല്ലാം ഞാൻ തന്നെ ചെയ്തോളാം. അമ്മ പറഞ്ഞതും അമ്മാളും അതിന് വളിച്ചൊരു ചിരിച്ചിരിച്ചു. അവൾക്ക് കാര്യമായിട്ട് അടുക്കളയിലുള്ള ജോലികളൊന്നും അറിയില്ല എന്നത് അമ്മയ്ക്ക് അറിയുന്ന കാര്യമാണ്. ചായ ഉണ്ടാക്കാനും അങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങൾ മാത്രമാണ് അടുക്കളയിൽ അവൾക്ക് ആകെ വശമുള്ളത്. അതിനിടയ്ക്ക് തന്നെ ഇനി ഹെൽപ്പ് ചെയ്ത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടെന്ന് കരുതിയാണ് അമ്മ വേണ്ടെന്ന് തന്നെ പറഞ്ഞത്. പിന്നെ പാത്രം കഴുകാനും വീട് ക്ലീൻ ചെയ്യാനും ഒക്കെ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാനറിയാം. കുക്കിംഗ് അത്ര വശമില്ലാത്ത കാര്യമാണെന്നുള്ളത് അവൾ തന്നെ അമ്മയോട് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ഞാനെങ്കിൽ ഇവിടെയുള്ള ചെടികൾക്കൊക്കെ വെള്ളം നനച്ചിട്ട് വരട്ടെ. കുറച്ച് സമയം അടുക്കളയിലിരുന്ന് കഴിഞ്ഞപ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞ് അവൾക്ക് ബോറടിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ അവളുടെ മനസ്സിൽ ഉദിച്ചത്. അമ്മയോട് ചോദിച്ചപ്പോൾ വെള്ളത്തിൽ കളിക്കാതെ അധികം സമയം പുറത്തു നിൽക്കാതെ വേഗം തന്നെ നനച്ചു കഴിഞ്ഞ് അകത്തേക്ക് കയറണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളെ പുറത്തേക്ക് വിട്ടത്. അതൊക്കെ സമ്മതിച്ചുകൊണ്ട് അമ്മാള് വേഗം തന്നെ പുറത്തേക്ക് ഓടി ഇറങ്ങി. അവൾ പുറത്തേക്ക് പോകുന്ന അതേ സമയം തന്നെയായിരുന്നു ഉണ്ണി ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങി വന്നത്. അവനോട് സംസാരിച്ചുകൊണ്ടായിരുന്നു അവൾ പുറത്തേക്ക് ഇറങ്ങിയതും. കുറച്ചു നേരം എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷം അവൻ പോയി കഴിഞ്ഞപ്പോൾ അവൾ മോട്ടർ ഓൺ ചെയ്യുന്നതിനായി പോയി. മോട്ടറൊക്കെ ഓൺ ചെയ്ത് ഹോസുമായി ചെടിയൊക്കെ നനച്ച് നടന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മോട്ടറിൽ നിന്ന് വെള്ളം വരുന്നത് നിന്നുപോയി.
എന്ത് പറ്റിയെന്നറിയാനായി അമ്മാൾ മോട്ടറിൻ്റെ അടുത്തേക്ക് നടന്നു. അവിടെ നോക്കിയപ്പോൾ ഹോസ് രണ്ടെണ്ണം തമ്മിൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരെണ്ണം വിട്ടുപോയിരിക്കുവാണ്. അമ്മാൾ വേഗം തന്നെ ഓടിച്ചെന്ന് അത് രണ്ടും കൂടി ഒരുമിച്ച് കണക്ട് ചെയ്യാൻ നോക്കി. വെള്ളം നല്ല ഫോഴ്സിൽ വരുന്നത് കൊണ്ട് തന്നെ അത് 4 പാടും ചിന്നിച്ചിതറിക്കൊണ്ടിരിക്കുമായിരുന്നു. അമ്മാളും എങ്ങനെയൊക്കെയോ രണ്ടും കൂടി കണക്ട് ചെയ്ത് വെച്ചു. ഒരു കണക്കിന് അത് രണ്ടും കണക്റ്റാക്കി വന്നപ്പോഴേക്കും അമ്മാൾ ശരിക്കും പറഞ്ഞാൽ വിയർത്തു പോയിരുന്നു എന്ന് പറയാം. കാരണം അത് അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞ് അവൾ തനിക്ക് ചുറ്റും ഒന്ന് നോക്കിയപ്പോൾ വെള്ളം ചുറ്റും ആകെ ഒഴുകി പരന്ന് കിടക്കുകയാണ്. അപ്പോഴാണ് അവൾ അവളുടെ ഡ്രസ്സിലേക്കൊന്ന് നോക്കിയത്. വാവ്, വണ്ടർഫുൾ! അവൾക്ക് സ്വയം പ്രശംസിക്കാൻ തോന്നി. കാരണം വെള്ളത്തിൽ കളിക്കരുത്, ഡ്രസ്സ് നനയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞാണ് അമ്മ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ഇനി ഡ്രസ്സിൽ നനയാത്ത ഒരിടം പോലും ബാക്കിയില്ല. എല്ലായിടവും നല്ല രീതിയിൽ നനഞ്ഞു കിട്ടിയിട്ടുണ്ട്. അത് നോക്കി നിന്നുകൊണ്ട് അമ്മാളും ഒന്ന് നിശ്വസിച്ചു. ഇനി ഇതും കൊണ്ട് ഞാനങ്ങനെ അകത്തേക്ക് കയറുവൻ്റെ ഈശ്വര! അമ്മാളും എളിക്ക് കൈ കൊടുത്ത് ആലോചിച്ചു. മുഴുവനായും നനഞ്ഞു പോയ ഡ്രസ്സ് ആകെ ദേഹത്തേക്ക് ഒട്ടിക്കിടക്കുന്നു. നല്ല തണുപ്പും തോന്നുന്നുണ്ട്. തലവഴി വരെ വെള്ളം വീണിട്ടുണ്ട്. തലയും ആകെ നനഞ്ഞിരിക്കുവാണ്. അമ്മാളോ! അപ്പോഴേക്കും കുറച്ച് സമയമായിട്ട് അവളുടെ അനക്കമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവളെ അന്വേഷിച്ചുകൊണ്ട് അമ്മ പുറത്തേക്ക് വന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ആ വിളി കേട്ടപ്പോൾ തന്നെ അമ്മാളും ആകെ പരിഭ്രമിച്ച് ചുറ്റും നോക്കി. അമ്മാളോ, ഈ കുട്ടി ഇതെവിടെ പോയി? അമ്മ 4 പാടും നോക്കിക്കൊണ്ട് തിരക്കി. അവളെ അവിടെ എങ്ങും കാണാനുണ്ടായിരുന്നില്ല. ഞാനിവിടെ ഉണ്ടമ്മേ. വീടിൻ്റെ അരികിൽ നിന്ന് അവളുടെ ശബ്ദം കേട്ടതും അമ്മ അങ്ങോട്ട് നടന്നു. അവിടെ എത്തി അമ്മാളും നിൽക്കുന്ന കോലം കണ്ടതും അമ്മ തലയിൽ കൈവച്ച് പോയി. ഇതെന്ത് കോലാണ് എൻ്റെ കുട്ടി? അമ്മ അവളെ ശകാരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. തെറ്റ് ചെയ്തതുപോലെ അവൾ അമ്മയുടെ മുന്നിൽ തലകുനിച്ച് നിന്നു. അമ്മ അവൾക്ക് അടുത്തേക്ക് വന്ന് മൊത്തത്തിലൊന്ന് നോക്കി. എൻ്റെ ഭഗവാനെ, ഇത് മുഴുവൻ നനഞ്ഞല്ലോ. ഞാൻ പോയി ടവൽ എടുത്തിട്ട് വരാം. അത് പറഞ്ഞുകൊണ്ട് അമ്മ വേഗം അകത്തേക്ക് ഓടി. അമ്മാൾ മുകളിലേക്കും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ നോക്കി. ആരെങ്കിലും ഇത് കണ്ടോന്ന രീതിയിൽ. ആര് കണ്ടാലും അവൾക്ക് മനു ഇത് കാണരുതേ എന്ന പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടെൻഷനോടെ അവൾ നഖം കടിച്ചുകൊണ്ട് ചുറ്റും നോക്കി. അപ്പോഴേക്കും കയ്യിലൊരു ടവലൊക്കെ ആയിട്ട് അമ്മ അങ്ങോട്ട് എത്തിയിരുന്നു. അവളുടെ തലയിലേക്ക് ടവലിട്ടുകൊണ്ട് അമ്മ തല നന്നായി തുവർത്തി കൊടുത്തു. മുഖത്തും ദേഹത്തും ഒക്കെ ഉണ്ടായിരുന്ന വെള്ളം ഒപ്പിയെടുത്തു. വാ, അകത്തേക്ക് കയറ്. അമ്മ അവളെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി. അമ്മാളു തെറ്റ് ചെയ്തതുപോലെ തല കുനിച്ച് അമ്മയുടെ പിന്നാലെ നടന്നു. വേഗം പോയി കൊടുത്ത ഡ്രസ്സൊക്കെ മാറി തല കുളിച്ചിട്ട് വാ, ഇല്ലെങ്കിൽ ഇനി വല്ല ജലദോഷവും പനിയും ഒക്കെ വരും. അമ്മ പറഞ്ഞതും അമ്മാളും ആകെ വിഷമത്തോടെയാണ് അമ്മയെ നോക്കിയത്. ഞാൻ മനഃപൂർവ്വം അല്ലമ്മേ. അവളുടെ ചുണ്ടുകൾ വിതുമ്പിപ്പോയി. വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്നിട്ട് ഓരോ കാര്യമൊക്കെ ചെയ്ത അവസാനം അത് ഇങ്ങനെയായി. എനിക്ക് ദേഷ്യമൊന്നുമില്ല. പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, ഇല്ലെങ്കിൽ വെറുതെ അസുഖം വരുത്തി വെക്കും. അമ്മ പറഞ്ഞതും അമ്മാളു വീണ്ടും അവിടെ തന്നെ നിൽക്കുവാണ് ചെയ്തത്. അമ്മ പോയി ഡ്രസ്സ് എടുത്തിട്ട് വരുമോ? അമ്മാളു ചോദിച്ചതും അമ്മ അവളെ സംശയത്തോടെ നോക്കി. ഇങ്ങനെ മുകളിൽ വരെ കയറി ചെല്ലുമ്പോഴേക്കും സ്റ്റെപ്പിലും മുറിയിലും ഒക്കെ ആകെ വെള്ളമാവും. അത് ചിലപ്പോൾ ആൾക്ക് ഇഷ്ടമായില്ലെങ്കിലോ? അമ്മാളും നഖം കടിച്ചു. ഓ, അതാണോ? ആ, ഇനി ആ സ്റ്റെപ്പ് കയറി വേണമെങ്കിൽ വെള്ളത്തിൽ വല്ല തെന്നി വീഴും. ഞാൻ തന്നെ പോയി എടുത്തിട്ട് വരാം. അമ്മ പറഞ്ഞതും അമ്മാളു തലയാട്ടി. ഞാനെങ്കിൽ പുറത്തെ ബാത്റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറി നിൽക്കാം. അമ്മ പോയി കഴിഞ്ഞപ്പോൾ അമ്മയോട് പറഞ്ഞ് അമ്മാളു വീടിൻ്റെ അരികിലായിട്ടുള്ള കോമൺ ബാത്റൂമിലേക്ക് പോയി. അമ്മ മുറിയിൽ വന്ന് നോക്കിയപ്പോൾ മനു അവിടെ ഇരുന്ന് ലാപ്ടോപ്പിൽ എന്തൊക്കെയോ കാര്യമായ ജോലിയിലാണ്. അവന് ആവശ്യമുള്ള സിസ്റ്റം, പ്രിൻ്റർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മുറിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സിസ്റ്റത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ മുറിയിലിരുന്ന് തന്നെ ചെയ്യേണ്ടി വരും. അമ്മ മുറിയിലേക്ക് കയറി വരുന്നത് കണ്ടതും മനു മുഖമുയർത്തി അമ്മയെ ഒന്ന് നോക്കി. അമ്മ വേഗം തന്നെ വന്ന് അലമാരയിൽ നിന്ന് അവളുടെ ഒരു ഡ്രസ്സ് എടുത്തു. അത് കണ്ടതും മനു അമ്മയെ സംശയത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു. ഇതെന്തിനാ ഡ്രസ്സൊക്കെ? ആ, അത് അമ്മാളുവിന് അവളുടെ ഡ്രസ്സിൽ കുറച്ച് വെള്ളം വീണു. അമ്മ അങ്ങനെ എടുക്കുന്നത് കണ്ടതും വെറുതെ ചോദിച്ചതാണ്. അതിന് മറുപടി കിട്ടിയതും കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ മനു തൻ്റെ ജോലിയിലേക്ക് തന്നെ തിരിഞ്ഞിരുന്നു. അമ്മ വേഗം തന്നെ അവൾക്ക് മാറാനുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുപോയി കൊടുത്തു. ഒരു കണക്കിന് വേഗം ഒന്ന് കുളിച്ചിറങ്ങിക്കൊണ്ട് അമ്മാളു അമ്മയുടെ അടുത്തേക്കെത്തി. അവൾ വരുന്നത് കണ്ടപ്പോൾ തന്നെ അമ്മ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. ഞാനൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല അമ്മ. ഞാൻ ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോസിൻ്റെ കണക്ഷൻ വിട്ടുപോയതാണ്. അത് രണ്ടാമത് കണക്ട് ചെയ്ത് വന്നപ്പോഴേക്കും ദേഹം മുഴുവൻ നനഞ്ഞുപോയി. അവൾ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിൽ ആ മോട്ടർ ഓഫ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാമായിരുന്നില്ലേ നിനക്ക്? അത് ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. അമ്മാൾ നിഷ്കളങ്കമായി പറയുന്നത് കേട്ടതും അമ്മയ്ക്ക് ചിരി വന്നു പോയി. പോട്ടെ, സാരമില്ല, ഇവിടെ വന്നിരിക്കുക. അമ്മ പറഞ്ഞതും അമ്മാളു അമ്മയുടെ അടുത്തേക്ക് വന്നിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ചെയ്തു തീർക്കാനുള്ള ജോലികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.
അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.